നമസ്കാരം. ഇപ്പോൾ നടക്കുന്ന വിവാദം എന്ന് വെച്ചാൽ കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്ര വസ്തുക്കൾ കിട്ടിയതാണ്. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള ഒരു പദ്ധതി ആയിരിക്കുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല അർച്ചന. ഈ കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളുടെ രാഷ്ട്രീയ ഭാവി തകരൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് പേരുടെയും, അതായത് ഇപ്പോൾ പിണറായി വിജയന് ഇഷ്ടമല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ കൂടോത്രം, ആരെയും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടൊന്നും എന്ത് ചെയ്താൽ മതിയല്ലോ. എന്തൊരു വിഡ്ഢിത്തമാണിത് എന്നുള്ളതാണ് എൻ്റെ ആദ്യ ചോദ്യം. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊരു നിസ്സാര പരിപാടിയായിട്ട് ഞാനിതിനെ കാണുന്നില്ല. ഇതിൻ്റെ പിന്നിലുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത്, കെ സുധാകരൻ BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്ന ഒരാളാണ്. ദല്ലാൽ നന്ദകുമാർ ഒരു പത്രസമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു, ഭൗതികമായ എല്ലാ ചർച്ചകളും നടത്തി ഒരു കരാറിലെത്തിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ, അതുപോലെ എന്ത് സ്ഥാനം കൊടുക്കും, എന്ത് ഇനിയിപ്പോൾ പണമൊക്കെ കൊടുക്കണ്ടാവും BJP പലരും, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു എന്നാണ് വളരെ ഭഗ്യന്തരേണ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ സത്യത്തിൽ ഈ കൂടോത്രമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതും അദ്ദേഹം വളരെ കൃത്യമായിട്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കാല് കണ്ടെടുക്കുമ്പോൾ എനിക്ക് കാലിൽ വേദന ഉണ്ടായിരുന്നു, തല കണ്ടെടുക്കുമ്പോൾ അയ്യോ തലയിൽ ചെറിയ മരവിപ്പ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അയ്യോ ദൈവം ഭാഗ്യം, ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിൽ അങ്ങേയറ്റം വിശ്വാസമുള്ള ഒരാളായിട്ടാണ് പുള്ളി അവതരിപ്പിക്കുന്നത്. അടുത്തത് ഉടനെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കമൻറ്റ് വരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്, എനിക്കെതിരെ ഇതുപോലെ കൂടോത്രം ഉണ്ടായി, പിന്നെ ഞാനത് കണ്ടുപിടിച്ച് പരിഹാരം ചെയ്തുകൊണ്ടാണെന്നാണ്. ഇതിൻ്റെ കുഴപ്പം എവിടെയെന്ന് വെച്ചാൽ, ഒന്ന് 53A ഭരണഘടന അനുച്ഛേദ പ്രകാരം, അതിൽ 8ാമത്തെ ക്ലോസ് പ്രകാരം നമ്മുടെ രാജ്യത്തിലെ ഓരോ വ്യക്തിയും ശരിക്കും ഭരണഘടന അനുസരിച്ച് ഒരു മറ്റേ നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള അവബോധം വളർത്തേണ്ടതാണ്. ഓക്കെ, MP-മാരായിട്ടുള്ള ഇവർ വളർത്തുന്ന അവബോധമാണോ അതോ വെറും വിവരക്കേടാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണമെന്ന്. രണ്ടാമത്തെ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെയൊക്കെ നമ്മുടെ കേരളത്തിൽ നിർമാല്യം പോലൊരു സിനിമ എടുക്കൽ സാധ്യമായിരുന്നു. നിർമാല്യം എന്ന് പറഞ്ഞ സിനിമയിൽ P.J. അഭിനയിച്ചിട്ടുള്ള വെളിച്ചപ്പാടിൻ്റെ രൂപം എന്ന് പറയുന്നത് അയാൾ വെളിച്ചപ്പാടായിരിക്കുന്ന ക്ഷേത്രത്തിലുള്ള ഭഗവതിയുടെ പ്രതീക്ഷയുടെ പുറത്ത് തുപ്പുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതീക്ഷയും മറ്റ് അയാൾ ചെയ്തു പോകുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിശ്വാസങ്ങളിലേക്കോ അല്ലെങ്കിൽ പല കടുത്ത വിശ്വാസങ്ങളിലേക്കൊക്കെ കേരള സമൂഹം വളർന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണോ വേണ്ടേ എന്നുള്ളത് ഇപ്പോൾ ഒരു ചർച്ചയായി പോലും ഒരു മറുപടി പോലും പറയാൻ ആരും പേടിക്കുന്നത്. നേരത്തെ ആണെങ്കിൽ അങ്ങനെ പേടിയുണ്ടായില്ല. കാരണം അങ്ങനെ ഒരു ഹിന്ദു സമൂഹത്തെ അങ്ങനെ സമൂഹമാക്കി, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ സമൂഹമാക്കി മാറ്റി. ഇനി ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്താണ്? ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കൂടി അവരുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ സത്യത്തിൽ സംഘപരിവാറിനും BJP-ക്കുമൊക്കെ വളരാനുള്ള ഒരാശയപരമായ പരിസരം ഒരുക്കുന്ന പണിയാണ് സത്യത്തിൽ കെ സുധാകരൻ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പദ്ധതി ആയിട്ടാണ്. തീർച്ചയായിട്ടും അദ്ദേഹവും മിക്കവാറും BJP ഒക്കെ കൂടിയുള്ള ഒരു പദ്ധതി ആയിരിക്കും. അതിന്റെ റിവാർഡുകൾ വളരെ വലുതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി കടത്തി പറയാം. ഇപ്പം നമുക്ക് വിദേശത്തൊരു ബന്ധുവുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് പോയി നമ്മൾ ഭാവിയിൽ സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിച്ചാൽ നമുക്കൊരു 5000-ഓ 2000-ഓ 10,000 കോടി രൂപ കിട്ടുമെന്നൊക്കെ വിചാരിച്ചാൽ, ഇനി ചിലപ്പോൾ നമ്മുടെ പാർട്ടിയുടെ തോറ്റോട്ടെ എന്നാലും BJP വന്നോട്ടെ എന്നൊക്കെ ആളുകൾ വിചാരിക്കാനും മതി. സത്യത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ അങ്ങനെ വിചാരിച്ചാൽ CPM ഇവിടെ ഇല്ലാതാവുകയും ശരിക്കും പറഞ്ഞാൽ BJP ഇവിടെ വളരുകയും ചെയ്യും. അപ്പോൾ വളരുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിദേശത്ത് എവിടെയെങ്കിലും ഒരു 5000 കോടി രൂപ നമുക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പല ഡീലുകളിലേക്കും എൻ്റെ സംശയം വളരുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ സംശയം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താനും കെ സുധാകരനും ഒക്കെ ഈ പരിപാടി ഇറക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പരിപാടി എതിർക്കാത്ത കോൺഗ്രസ് വലിയ കുറ്റവാളികളാണ്. കാരണം കോൺഗ്രസ് ഇതിനെ എതിർക്കേണ്ടതാണ്. നെഹ്റുവിൻ്റെ സോഷ്യലിസവും നെഹ്റുവിൻ്റെ കുറെ കൂടിയുള്ള വിശാലമായ കാഴ്ചപ്പാടുകളൊക്കെ കൊണ്ടാണ് വളരെ പ്രാകൃതമായൊരു സൊസൈറ്റി ആയിരുന്ന ഇന്ത്യ പലപ്പോഴും പല അന്ധവിശ്വാസങ്ങളിൽ നിന്നും മാറി 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 വന്ന് ഇന്നത്തെ സൊസൈറ്റിയിലേക്ക് എത്തിയത്. പക്ഷെ അവിടെ പോലും ചില വിട്ടുവീഴ്ചകൾ കഴിഞ്ഞ് 20-25 കൊല്ലമായിട്ട് ഉണ്ടായത് കൊണ്ടാണ് ചില ഡ്രസ്സൊന്നും ഇടാത്ത സന്യാസിമാർ വന്ന് കാല് വെച്ച് നമ്മൾ അനുഗ്രഹിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ചന്ദ്രസ്വാമി എന്ന് പറയുന്ന ഒരു ഭൂലോക കള്ളൻ, ആ കള്ളൻ വന്നിട്ട് ശരിക്കും നമ്മുടെ ഈ പവർ ബ്രോക്കറായി നമ്മുടെ രാഷ്ട്രീയത്തിൽ നിറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഒരു കേസിൽ പെട്ടിട്ടുണ്ട്. അത് ഏറ്റവും വലിയ തമാശയാണ്. അതായത് അദ്ദേഹം ഓം ഹ്രീം എന്ന് പറഞ്ഞിട്ട് നേരെ ഒരു ഭക്തക്ക് മറ്റേ ഒരു സ്വർണ്ണമാല എടുത്തു കൊടുത്തു. ഈ ചന്ദ്രസ്വാമി സ്വർണ്ണമാല എടുത്ത് കൊടുക്കുമ്പോൾ അതേതാണ്ട് 5 പവനിൽ കൂടുതലുള്ള സ്വർണ്ണമാലയാണ്.
അപ്പോൾ സ്വർണ്ണമാല എടുത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് വന്നു. കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണം അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടാവണം. ഒന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ച ടാക്സോ ബില്ലോ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ അത് അദ്ദേഹം ഒന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇന്ന കടയിൽ നിന്ന് മേടിച്ചാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഞാൻ വായുവിൽ നിന്ന് എടുത്തു എന്നാണ്. പക്ഷെ വായുവിൽ നിന്ന് എടുത്താൽ അത് കുറ്റമാണ്. കാരണം അങ്ങനെ സ്വർണ്ണം എടുത്ത് നിങ്ങൾക്ക് തരാൻ പാടില്ല. അത് കോടതിയിൽ തെളിയിക്കാനും പറ്റില്ല. ആ കേസ് തന്നെ കോടതിയിൽ, എൻ്റെ ഓർമ്മ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കേസ് തന്നെ പല ജഡ്ജിമാരും നീട്ടി 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 വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആര്? ഈ ചന്ദ്രസ്വാമിയുടെ കേസ്. ചന്ദ്രസ്വാമിയുടെ കേസിൽ നിന്ന് വിടും, സിമ്പിളാണ്. ചന്ദ്രസ്വാമി ഒരു ബില്ല് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്ന കടയിൽ നിന്ന് മേടിച്ചു എന്ന് കാണിച്ചാൽ മതി. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പുള്ളിയുടെ ക്രെഡിബിലിറ്റി മൊത്തം തീരും. അപ്പൊ ഇത്തരത്തിലുള്ള പല ചന്ദ്രസ്വാമിമാരും ഇതുപോലെയുള്ള ആസാമിമാരും ഒക്കെ ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നിത്യാനന്ദ എന്ന് പറയുന്ന ഒരുത്തൻ ചെന്ന ഏത് സ്ഥലത്ത് ആശ്രമം തുടങ്ങിയോ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇടിയിട്ടിട്ടാണ് പോയിട്ടുള്ളത്. അവനാണ് കൈലാസം എന്ന് പറയുന്ന ഒരു സ്ഥലം എന്താണ് രാജ്യമുണ്ടാക്കിയൊക്കെ എന്ത് ചെയ്ത് വ്യാപരിച്ചത്. അപ്പൊ നമ്മുടെ നാട്ടില് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ പ്രചരിക്കുന്ന അസാറാം ബാപ്പു മറ്റേ പീഡനത്തിന് ജയിലിൽ പോയ ഒരാളാണ്. പിന്നെ എന്താണ് ദേര സച്ച സൗദ എന്ന് പറയുന്ന ഒരു ഗുർമീത് സിംഗ് എന്ന് പറയുന്ന, ബാബ ഗുർമീത് സിംഗ് എന്ന് പറയുന്ന ഒരു ഭീകര കള്ളൻ. അവൻ ശരിക്കും ഇവിടെ താമസിക്കുന്നു. ഇവിടെ താമസിച്ചതിന് ശേഷം അവൻ സ്വന്തം വീടിന്റെ അടിയിലൂടെ ഒരു തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങോട്ടാണ്? സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. മനസ്സിലായി? ഇനി അടുത്തൊരു തമാശ കൂടി നമ്മൾ അറിയണം. ഈ ദേര സച്ച സൗദയുടെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് നേരെ ഗുർമീത് സിംഗ് നേരെ ജയിലിൽ പോയപ്പോ ഈ പുള്ളിക്കാരന്റെ മറ്റേ മകളെന്നോ ഭാര്യയെന്നോ പറയുന്ന ഒരു സ്ത്രീ കൂടി ജയിലിൽ പോകാൻ അനുവാദം ചോദിച്ചു, അതായത് ഇയാളുടെ ഒപ്പം. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള വളരെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു സാധാരണ പിന്നോക്ക മതവിഭാഗങ്ങളാണ് അയാളുടെ ഒരു 5 ലക്ഷത്തോളം എന്ന അനുയായികളുള്ളത്. 2 സ്റ്റേറ്റിൽ നിന്ന് കത്തുകാരുന്ന അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ഒരു സാമൂഹിക പരിസരവും വിവരക്കേടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേരളത്തിലെ കൂടി ആ ലെവലിലേക്കൊക്കെ പതുക്കെ എത്തിക്കുന്നതിൽ ഈ പറയുന്ന കെ സുധാകരന്റെ കൂടോത്രമൊക്കെ വലിയ പങ്ക് വഹിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനെ തള്ളിപ്പറയാൻ നമ്മുടെ രാഷ്ട്രീയക്കാരിൽ ആകെ ഇപ്പൊ എം പി ഗോവിന്ദൻ മാഷ് തയ്യാറായി. ബാക്കിയുള്ള കോൺഗ്രസിനകത്ത് പോലും ആരുമില്ലെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ വലിയ അപജയമാണ്. ആ അപജയത്തിന് കോൺഗ്രസ് കനത്ത വില കൊടുക്കേണ്ടി വരും. ആ വിലയിലേക്ക്, ആ പരിസരങ്ങളിലേക്ക്, ആ സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് ഏറ്റവും ശക്തമായി വരാൻ പോകുന്നത് BJP കൂടിയായിരിക്കും. ആ BJPയുടെ പല ചിന്തകളെയും ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയോളജിക്കൽ വലിയ ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കൂടോത്രത്തിന്റെ കാര്യത്തിൽ ആര് ചെയ്തിട്ടുള്ളത്? ഈ കേസുകാരൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ശരിയാണെങ്കിൽ നാളെ ഇനി പിണറായിക്കും ഇത് തന്നെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും ഇത്ര നാളും ഞാൻ ഭരിച്ചത് വളരെ മോശമായിപ്പോയി, അത് മ്ലേച്ഛമായിപ്പോയി. അതിൻ്റെ കാര്യം എൻ്റെ കസേരയുടെ അടിയിലും 2 കൂടോത്രത്തിന്റെ തകിട് കണ്ടെത്തി, പിന്നെ അപ്പുറത്തവൻ്റെ തകിടിലും തകിട് കണ്ടെത്തി, ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലും കണ്ടെത്തി. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ തുറന്നു. എനിക്കിതിൽ വിശ്വാസമില്ല ഈ കെ സുധാകരൻ കണ്ടെത്തിയത് ശരിയാണെന്ന്. എന്താ കാര്യം എന്നറിയോ? കണ്ണൂരിലെ വീട്ടിൽ നിന്നത് കണ്ടെത്തി. ഒക്കെ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒരാൾ കൊണ്ട് വെച്ചേക്കാമെന്ന് വിചാരിക്കും. KPCC ഓഫീസിന്റെ കസേരയുടെ അടിയിൽ നിന്ന് കണ്ടെത്തി. തിരുവനന്തപുരം പേട്ടയിൽ ഇയാൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് കണ്ടെത്തി. പിന്നെ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ ഇയാൾ ഡൽഹിയിൽ താമസിക്കുന്ന സ്ഥലത്തും ഇത് കണ്ടെത്തി. സത്യത്തിൽ ഇവിടെ 4 വെക്കാനാണെങ്കിൽ ഒരാളെ വെക്കാൻ പറ്റും. അത് കേസുകാരൻ തന്നെ. ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് പോണോ ഇവിടെ. പിന്നെ മറ്റേ ഉണ്ണിത്താൻ പറയുന്നത് എന്ത് വിവരക്കേടാന്ന് മനസ്സിലാവുള്ളൂ. ഉണ്ണിത്താൻ പറയണത് ഞാൻ ശരിക്കും മറ്റേ ഇത് കണ്ടെത്തി നേരത്തെ തന്നെ, എന്നിട്ട് എന്നെ തോപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൂടോത്രം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ പ്രതിവിധി ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ പ്രതിവിധി ചെയ്തു. സത്യത്തിൽ ഇയാൾ ജയിച്ചത് നമുക്ക് വലിയ നാണക്കേടായി പോയി. കാരണം ഇയാൾ കൂടോത്രം കൊണ്ടാണ് ജയിച്ചത്. അതായത് ഇയാൾക്ക് ജനം വോട്ട് ചെയ്തിട്ടില്ല, കോൺഗ്രസിന്റെ ആശയങ്ങൾ ജനത്തെ സ്വാധീനിച്ചിട്ടില്ല. സത്യത്തിൽ മറ്റേ RSS സംഘപരിവാർ വിരുദ്ധതക്ക് ഇയാൾക്ക് വോട്ട് കിട്ടിയിട്ടില്ല. ഭരണവിരുദ്ധ വികാരം പിണറായി വിജയനെതിരെയുള്ളതിലും പുള്ളിക്ക് വോട്ട് കിട്ടിയിട്ടില്ല. പുള്ളിക്ക് വോട്ട് കിട്ടിയതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി കൂടോത്രം, പുള്ളി അതിന്റെ മറുമരുന്ന് പുള്ളി അപ്പം തന്നെ കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടാണ്. സത്യത്തിൽ അതില്ലായിരുന്നെങ്കിൽ പുള്ളി അവിടെ കാസർഗോഡ് പെട്ടുപോയെന്നതാണ്. സത്യത്തിൽ ഇത് കാസർഗോഡിലെ മുസ്ലിം ലീഗിന്റെ ആളുകളും കാസർഗോഡിലെ മര്യാദക്കുള്ള ജനങ്ങളും ഒക്കെ ഇതിന് മറുപടി പറയേണ്ടതാണ്. പ്ലസ് KPCC എന്ത് മറുപടി പറയാനാണ്? കാരണം പ്രസിഡന്റാണ് ഇത് കാണിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയൊക്കെ മറുപടിക്കായി ഞാൻ കാതോർക്കുന്നു. ഇന്നലെ MP ഗോവിന്ദൻ മാഷ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ പുച്ഛവും പരിഹാസവും അതിനകത്തുണ്ടായിരുന്നു. ഇയാൾ എന്ത് പൊട്ടത്തിലൊക്കെയാണ് ഈ പറയണത് എന്നുള്ളതാണ്. പുള്ളി ചിരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത്, തകിട. പുള്ളി സത്യത്തിൽ പുള്ളി ഇപ്പം എനിക്ക് അത്ഭുതമില്ല. പുള്ളി മറ്റേ
നമ്മുടെ മോൺസൺ മാവുങ്കലിന്റെ അടുത്ത് ചികിത്സക്ക് വന്നിരുന്നു, കണ്ണിന്റെ താഴെ കറുപ്പ് പറ്റുന്നതിന്. ശരിക്കും പറഞ്ഞാൽ പുള്ളി ഈ മോൺസൺ മാവുങ്കൽ തന്നെ ഒരു വിദ്യാഭ്യാസ പൂർവ്വമുള്ള ഒരാളല്ല. അപ്പൊ അയാളുടെ അടുത്ത് ഇയാള് മറ്റേ ചികിത്സക്ക് വന്നു എന്നാണ് പറയണത്. ഇനി ചികിത്സക്ക് വന്നാൽ അവിടെ നിന്ന് എന്തോ ചെറിയ കാശ് മേടിച്ചു എന്നൊക്കെയാണ് അവരുടെ ആരോപണം ഉണ്ടായത്, നമുക്കറിയില്ല. അപ്പൊ ഇയാൾക്ക് വേറെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താനും കൂടി ചേർന്നപ്പോൾ എന്നെ നടുക്കി കളഞ്ഞു. കാരണം ഇത് കേരള സമൂഹത്തിൽ 2 MP-മാരുടെ ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് ഞാൻ കാണുന്നത്. ഇനി ഒരു 10-25% വോട്ട് BJPക്ക് വന്നാൽ മിക്കവാറും ഒരു BJPയിലേക്ക് കൂടി പോയേക്കും. അപ്പൊ പിന്നെ ഇനി ഇവരെങ്ങനെയാണ് മറ്റേ ചെങ്കോല് കൊണ്ട് സ്ഥാപിച്ചതിനെ എതിർക്കുക? എങ്ങനെയാണ് ഇവര് നരേന്ദ്രമോദി മറ്റേ പ്രതിഷ്ഠ നടത്തിയതിന് ഇവര് എതിർക്കുക? എങ്ങനെയാ എതിർക്കുക? ഇവര് കൂടോത്രമായിട്ട് കിടക്കുന്നവർ. പുള്ളി പിന്നെ ദൈവത്തെ ആരാധിക്കുകയാണ്, നമുക്ക് തെറ്റു പറയാനില്ല. പിന്നെ ഇവരെങ്ങനെ എതിർക്കും? എന്നിട്ട് സുധാകരൻ പറയുന്ന ഒരു വാചകം കിട്ടിയാൽ ഞെട്ടിയായിരുന്നു, ഓ ഭാഗ്യം, ജീവൻ തിരിച്ചു കിട്ടി. ഓക്കെ, ഈ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായി ആയിരിക്കുമോ ഇത് കൂടോത്രം കൂടുതലും വളരുന്നത്? ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായി പല അനാചാരങ്ങളും അത്ര ഹിതകരമല്ലാത്ത പല കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നല്ലോ. എന്തിനാ നമ്മൾ ഇതൊക്കെ പറയണത്? ഇപ്പൊ ഈഴവനും പുലയനും അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ഗോത്രവർഗത്തിലെ ആളുകളും ഒക്കെ വഴി നടക്കുന്നത് തെറ്റാണെന്ന് വിചാരിച്ചിരുന്നു. കണ്ടാൽ ദോഷമുള്ളവരാണ്, അതുകൊണ്ട് മാറിപ്പോണം എന്ന് പറഞ്ഞിരുന്നു, ഇല്ലേ? ഒരേ വരമ്പത്ത് കൂടി ഇടുന്നുണ്ടെങ്കിൽ മറ്റവൻ വരമ്പത്ത് നിന്ന് മാറിയിരിക്കണം. അതല്ല പല ഉച്ചനീചത്വങ്ങളും, അതായത് ഞാൻ വലുത് നീ ചെറുത് എന്നുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു. വലിയ തെറ്റാണ്. പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അത്തരത്തിൽ പ്രാകൃതമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാനൊരു കഥ പറയാം. കഥ മാത്രമാണെന്ന് ആദ്യം വിചാരിക്കരുത്, ശരിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിരുന്നു. അതായത് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് ശപിക്കപ്പെട്ട ആളുകളാണ്, തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിച്ച് വെറുതെ കൊല്ലുകയല്ല ചെയ്തിട്ടുള്ളത്, മുതലക്കുളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സത്യത്തിൽ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് നമ്മളെക്കാൾ ബോധമുണ്ടായതുകൊണ്ട് അവരത് നിരോധിച്ചു. ഏത് പെൺകുട്ടികൾ അങ്ങനെ എറിഞ്ഞു കൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ നിരോധിച്ചിട്ടും ജനങ്ങൾ അത് തുടർന്നു. ലാസ്റ്റ് അത് എങ്ങനെ നടപ്പിൽ വരുത്തിയെന്നറിയോ? ആ മുതലക്കുളത്തിലെ മുതലകളെല്ലാം പിടിവിച്ചു, വെള്ളം വറ്റിച്ച്. അങ്ങനെയാണ്. അപ്പൊ ഇത്തരത്തിൽ പല കാര്യം. ഇപ്പൊ എലന്തൂർ 47 52 വയസ്സുള്ള 2 സ്ത്രീകളെ കൊന്നുകളഞ്ഞില്ലേ നരബലി? കേരളത്തിലാണ് നടക്കുന്നത്. നമ്മളെന്നിട്ട് നമ്പർ 1 ആണ്, പ്രബുദ്ധമാണ്, ആനയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല. പലപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ സത്യത്തിൽ പല സ്റ്റേറ്റുകളിലുള്ള ആളുകളുടെ അത്ര പോലും പല കാര്യങ്ങളിലും നമുക്ക് വിവരമില്ല. ഞാനടക്കമുള്ളവരെ ഞാൻ പറയണം. അപ്പം അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് കേരളത്തെ പിന്നോട്ടടിപ്പിക്കാനുള്ള ഒരു പ്രകടനമാണ് KPCC പ്രസിഡന്റും രാജ്മോഹൻ ഉണ്ണിത്താനും കൂടി നടത്തിയത്. ഇത് അത്രമാത്രം നിഷ്കളങ്കമാണ് എന്നും ഞാൻ വിചാരിക്കുന്നില്ല.